വടകര ആസ്ഥാനമായുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് DCC സെക്രട്ടറിയുടെ വീട്ടിൽ നിക്ഷേപകൻ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സൊസൈറ്റി മുൻ പ്രസിഡന്റ് കൂടിയായ കോഴിക്കോട് DCC സെക്രട്ടറി TV സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM രംഗത്തെത്തി. ഇബ്രാഹിംകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഏതായാലും ഈ കൊലപാതകമാണ്, ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വളരെ ഗൗരവകരമായ ഒരു സംഭവമാണ് ഇന്നലെ അരങ്ങേറിയത്. ഇന്നലെ വടകര ഉള്ള സംഭവമാണ് ഈ ഒരു പഴങ്കാവ്, വടകര പഴങ്കാവിൽ നടന്നത്. അവിടെ DCC സെക്രട്ടറി ആയിട്ടുള്ള TV സുധീർ കുമാർ, ഈ സുധീർ കുമാർ വടകര ആസ്ഥാനമായുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ്, വീടിന്റെ കോലായിലാണ് ഈ ഇബ്രാഹിം കുട്ടി ഹാജി തീ കൊളുത്തി പിന്നീട് 60% പൊള്ളലേറ്റ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സംഭവത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അതായത് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 75 ലക്ഷത്തോളം രൂപ ഈ ഇബ്രാഹിം ഹാജിയുടേതും ബന്ധുക്കളുടേതുമായി ഉണ്ടായിരുന്നു. ഇത് പലതവണ ഇദ്ദേഹം തിരികെ ചോദിച്ച് ഈ TV സുധീർ കുമാറിനെ ഒക്കെ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇബ്രാഹിം ഹാജി ജനുവരി 28-ന് വടകര പോലീസിന് നൽകിയ പരാതിയിൽ സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ സുധീർ കുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, സെക്രട്ടറി തുടങ്ങി 5 പേരുടെ പേരിൽ വടകര പോലീസ് ജനുവരി 28-ന് എടുത്ത കേസ് ഇപ്പോഴും നിലവിലുമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഇബ്രാഹിം ഹാജി ഇന്നലെ ജീവനൊടുക്കുന്ന സാഹചര്യം, സുധീർ കുമാറിന്റെ വീട്ടിൽ ചെന്ന് ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് CPIM നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കോഴിക്കോട് മുൻ മേയർ TP ദാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയം മുൻപ് പറഞ്ഞത് ഇതൊരു കൊലപാതകമാണ് എന്നൊരു ഗുരുതരമായ ആരോപണം, ഒരാളെ മരണത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിട്ടതാണ് എന്ന ഗുരുതരമായൊരു ആരോപണമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. UDF നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് എന്ന് പറയുന്നു. അതേസമയം ലീഗ് MLA പാറക്കൽ അബ്ദുള്ള ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് UDF, അത് ലീഗിന് ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടിയും ആവശ്യപ്പെടുന്നുണ്ട്. ശരി, എന്തായാലും വടകര ആസ്ഥാനമായുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് DCC സെക്രട്ടറിയുടെ വീട്ടിൽ നിക്ഷേപകൻ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സൊസൈറ്റി മുൻ പ്രസിഡന്റ് കൂടിയായ കോഴിക്കോട് DCC സെക്രട്ടറിയായ TV സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് CPIMന്റെ ആവശ്യം. ഇബ്രാഹിംകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ആരോപിക്കുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.